രാജേട്ടനും സുരേഷേട്ടനും ചീട്ട് കളിക്കാൻ വലിയ ഇഷ്ടം. ചീട്ട് കളിക്കാൻ? ആ, ഒരു ദിവസം ഇവിടെ ആരെയും കാണുന്നില്ല. ആഹാ, ഓഫീസിനകത്ത് ഇതാണ് പരിപാടി അല്ലേ? എന്ത് എന്ത് പരിപാടി? തീർച്ചകളി, വെള്ളാടി, ചീട്ടുകളി. ആ, കൊള്ളാം. ഇതുപോലെ വീട്ടിൽ ചെന്ന് പോയാൽ നിന്റെ തലക്കിട്ട് അടിച്ചു. നീ എവിടെ വെച്ചിട്ടാ അതിന്റെ അകത്ത് കയറി വന്നത്? ഓഫീസിൽ കയറി വരുന്നതിന് ചില മാനേഴ്സ് ഒക്കെ അല്ലേ? ബ്ലഡി ഫൂൾ. വെള്ളാടിച്ചാൽ നന്നായിട്ട് വരണ. ഇന്ന് മമ്മ എടുത്ത് പറഞ്ഞിട്ട് ബാക്കി കാര്യം. ആ, ചൂടാകാന്നില്ലേ? കാര്യങ്ങൾ പറയണ്ട. നീ ചൂടാകാതെ. ഇവിടെ നിനക്കിപ്പ എന്താ വേണ്ടത്? ഞാൻ ഒരു 25 രൂപ കടം ചോദിക്കാമെന്ന്. 25 രൂപയെ എന്നാ കൊണ്ടുപോയി സൂയിക്ക്. 100 പ്രായത്തിൽ ഇത് പോരാ, ഇത് ഇവിടെ വെച്ചോ. അത് ശരിയാ. ആ, നീ വീട്ടിൽ ചെന്ന് മമ്മിയോട് ഇവിടെ നടന്നു പറയുന്നത് കേട്ടോ. ശരി ശരി. മമ്മി ചോദിച്ചാലേ ഞങ്ങളുടെ അക്കൗണ്ട്സ് ഒക്കെയാണെന്ന് പറയണം. മറക്കല്ലേ? ആ ചേട്ടന്മാരെ, ഇനിയും ചിലപ്പം പൈസക്ക് ആവശ്യം വരും. അങ്ങനെയാണോ സമീപിക്കാം. ഓക്കെ. ബ്ലാക്ക് മെയിലിംഗ്. അപ്പൊ വെള്ളം അടിക്കാറുണ്ടോ? വീട്ടിൽ ഇരുന്ന് കളിക്കാൻ നട്ടലില്ലാതെ ഒരു സ്ഥാപനത്തിലിരുന്ന് ചീട്ട് കളിക്കും വെള്ളടിക്കൊക്കെ ചെയ്യുന്നത് ശരിയല്ല. എങ്കെന്താ മമ്മിയോട് പറയത്തത്? പൊന്മുട്ട വരുന്ന താറാവിന് ആരെങ്കിലും കൊല്ലുവച്ചി. അവരുടെ ഓഫീസിൽ നിന്ന് കളിക്കും. ഈ കോളം ദിവസമാണ് ഇടയ്ക്കിടയ്ക്ക് ചില്ലറ വെട്ടാറുണ്ട്. ചില ദിവസം പോക്കറ്റ് മണി തരില്ലെന്ന് പറയുമ്പോ ഞാൻ ഇപ്പൊ മമ്മയുടെ അടുത്ത് പറയുന്ന പറയും വേറെ പൈസ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ടിന്നുവിന് ബ്ലാക്ക് മെയിലിംഗ് അറിയാല്ലേ? അയ്യോ ചേച്ചന്റെ മമ്മൂട്ടി. അത് ഞാൻ ഏറ്റുന്നേ. അപ്പൊ അതും ഞാൻ ഏറ്റു. ഇന്ന് വീട്ടിൽ പോയി നമുക്കൊരു പ്ലാൻ ഉണ്ട്. അത് ഞാനെത്തി. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയിട്ടില്ല. പിന്നെ ഞാൻ ചെല്ലും. ചേട്ടാ, ഇത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഇത്? പാംസ്ട്രീ ആണല്ലോ. നിനക്കിത് എവിടെ കിട്ടി? അയ്യോ, എന്റെ അല്ലേട്ടാ, മഞ്ജു ചേച്ചിയതാ. ചേച്ചി എത്ര നന്നായിട്ട് കൈ നോക്കുന്നറിയോ? ഞാൻ ചുമ്മാ അടുത്ത് മറിച്ചു നോക്കിയതാ. ഞാനിവിടെ ഉണ്ടേ. എന്തോ ഉച്ചത്തില വിളിച്ചു നോക്കി. മമ്മി ഉണ്ടായിരുന്നപ്പോ കെട്ട് കെട്ടിച്ചേന്. ആ, ഇതാരും മഞ്ജു? ടിങ്കു, എന്റെ മുറിയിലിരുന്നൊരു പുസ്തകം കാണുന്നില്ലല്ലോ. ഇതാണോ? ആഹാ, നീ ഈ പുസ്തകം കൊണ്ട് നടക്കണോ? ഞാനിത് അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ഇല്ല. അസ്ത്രശാസ്ത്രം ഞാനും ഒന്ന് പഠിക്കാന്ന് കരുതി. നീ ഇപ്പൊ അസ്ത്രേഖ ശാസ്ത്രം ഒന്നും പഠിക്കണ്ട. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പഠിച്ചാ മതി കേട്ടോ. ഓ, അല്ല, മഞ്ജു നന്നായിട്ട് കൈ നോക്കുമെന്ന് കേട്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ. മഞ്ജു, എന്റെ കൈ ഒന്ന് നോക്കിക്കേ. അയ്യോ വേണ്ട ചേട്ടാ. മഞ്ജു, ഞാൻ ഇന്ന് പുതിയൊരു കോൺട്രാക്റ്റിൽ ഒപ്പിടുന്ന ദിവസമാണ്. അതെങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ അറിയാമല്ലോ. ആ, പ്ലീസ് മഞ്ജു. ശരി. ആ, പക്ഷെ ഒരു കാര്യം, ഞാൻ കൈ നോക്കുമ്പോ ആരും അടുത്തുണ്ടാവുന്ന എനിക്കിഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. എടാ, നീ വെക്കേ പോടാ. ഈ കൈ ആരും കാണിക്കരുത്. എന്റെ ലൈഫിൽ ഞാൻ ഇതുപോലൊരു കൈ കണ്ടിട്ടില്ല. എന്താ അത്രയ്ക്ക് മോശമാണോ? രാജേട്ടൻ ഇവിടെയൊന്നും നിൽക്കേണ്ട ആളല്ല. ഒരു വേൾഡ് ചാമ്പ്യൻ ആകേണ്ടതാ. ചാമ്പ്യനോ? കപിൽ ദേവിനെ പോലെ ഒരു ക്രിക്കറ്റർ ആകേണ്ടതായിരുന്നു. അതിന് ഞാൻ ചെറുപ്പത്തിൽ ഒരു കുട്ടിയും പോലും കളിച്ചിട്ടില്ല. നോക്കട്ടെ നോക്കട്ടെ. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ബില്ലിയേഴ്സ് കളിക്കാറുണ്ടോ? ഇല്ല. ചെസ്സോ? അങ്ങനെ വരട്ടെ. പ്ലേയിങ് കാർഡ്സ്? അത് പിന്നെ എന്താ അതുമില്ലേ? മഞ്ജു, യു ആർ റിയലി ഗ്രേറ്റ്. താങ്ക് യു. റമ്മി കളിയിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആ, കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഏതെങ്കിലും ഒരു കളിയിൽ എക്സ്പെർട്ട് ആയിരിക്കുമെന്ന്. ആ, പ്ലേയിങ് കാർഡ്സിൽ ആരും തോൽപ്പിക്കാറില്ലെന്നല്ലേ പറഞ്ഞത്? അതെ. നാളെ നമുക്കൊരു കൈ നോക്കാം. അയ്യോ, ഇവിടെ ഇരുന്ന് കളിക്കാനോ? മമ്മി അറിഞ്ഞാൽ
അതിന് വീട്ടിൽ കാശ് വെച്ച് ഗാംബ്ലിംഗ് ഒന്നും നടത്തുന്നില്ലല്ലോ. അത് വേണോ? സാർ ഇങ്ങനെ പേടിച്ചാലോ? ഞായറാഴ്ച ആന്റി പുറത്തു പോകുമ്പോൾ നമുക്ക് കളിക്കാം. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. മഞ്ജു ഇവിടെ ഇരുന്നേ. ചേച്ചി എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? മഞ്ജു നന്നായിട്ട് കൈ നോക്കുന്നു രാജേട്ടൻ പറഞ്ഞല്ലോ, ശരിയാണോ? എന്റെ കൈ ഒന്ന് നോക്കിക്കേ. ആ, കൈയൊക്കെ നോക്കാം. പക്ഷെ അതിനുമ്പ് ഒരു കാര്യം. എന്താ? ഞാൻ കൈ നോക്കി പറയുന്ന സത്യമാണെങ്കിൽ അതങ്ങ് തുറന്ന് സമ്മതിക്കണം. ശരി. തുറന്നു പറയുന്നതിൽ വിഷമമില്ലല്ലോ? ഇല്ല. ചേച്ചി ആളൊരു കേമി തന്നെ. വിവാഹത്തിന് മുമ്പ് എല്ലാ പെണ്ണുങ്ങളെയും പോലെ ചേച്ചിക്കും ചില റൊമാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ദേ, കള്ളം പറയരുത്. ഞാനല്ല പറയുന്നത്, ഈ കയ്യിലെ രേഖയാ പറയുന്നത്. നിങ്ങളത് ലവ് മാരേജ് ആയിരുന്നോ? അല്ല, അല്ലെങ്കിലും മാരേജ് ആയിരുന്നു. ദേ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. കള്ളം പറയണേ ഞാൻ ഇനി പറയുന്നില്ല. ഇല്ല, കള്ളം പറയില്ല. എന്നാ പറ, നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ചേച്ചി രാജ്യത്ത് നമ്മെ കണ്ടിട്ടില്ലേ? ആ കഥ ഒന്ന് അടച്ചേ. കഥയൊക്കെ ഞാൻ അടച്ചോളാം. ഇനി പറ. ഞാൻ രാജ്യത്തിനെ ആദ്യമായി കണ്ടത് നിങ്ങളെ കോളേജിലേക്കാണ്. അന്ന് എന്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസോ? അപ്പൊ ചേച്ചിക്ക് ഡാൻസ് അറിയോ? അറിയാം. ഈ സത്യം ഇവിടെ ആർക്കും അറിഞ്ഞൂടാ. അന്ന് രാജേട്ടിന് എന്റെ ഡാൻസ് നന്നായി ഇഷ്ടപ്പെട്ടു. ഡാൻസോ അതോ ഡാൻസ് അറിയോ? രണ്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ലേ? എന്നിട്ട് ലവ് മാരേജ് അല്ലെന്ന് കള്ളം പറഞ്ഞു. നിങ്ങൾ കല്യാണത്തിന് മുൻപ് പരിചയക്കാരായിരുന്നെന്ന് ഇവിടെ ആർക്കും അറിയില്ല. അറിഞ്ഞ മമ്മി അന്ന് എന്നെ ഇവിടുന്ന് ഇറക്കി വിടും. പിന്നെ കല്യാണം കഴിഞ്ഞ് 5 വയസ്സുള്ള ഒരു കുട്ടിയായി ഇപ്പോഴല്ലേ ഇറക്കി വിടാൻ പോകുന്നത്. ചേച്ചി ചേച്ചി, എനിക്ക് ഡാൻസിന് 2 സ്റ്റെപ്പ് കാണിച്ചു തരാം. അയ്യോ, ഞാനതൊക്കെ മറന്നു. പഠിച്ചത് വല്ലവരും മറക്കോ? വാ ചേച്ചി, നമുക്ക് ടെറസിലേക്ക് പോവാം. ഞാനില്ല. മമ്മി അറിഞ്ഞാൽ എന്താ? ഡാൻസ് ചെയ്യുന്ന അത്ര വലിയ കുറ്റമാണോ? ഡാൻസ് ചെയ്യുന്ന കുറ്റമാണെങ്കിൽ ചേച്ചിയുടെ ഡാഡി ചേച്ചി ഡാൻസ് പഠിപ്പിക്കും. ഇല്ലല്ലോ. ഈ നൃത്തകല എന്ന് പറയുന്നത് ദൈവീകമാണ്. ഒരു കലാകാരിയായി ചേച്ചി അതൊരിക്കലും നശിപ്പിക്കരുത്. വാ ചേച്ചി, പ്ലീസ്. ഹായ്, ബ്യൂട്ടിഫുൾ ചേച്ചി, നന്നായിരിക്കുന്നു. കണ്ടിട്ടും മതിയാവുന്നില്ല. ഒരു 2 സ്റ്റെപ്പ് കൂടെ കാണിച്ചു ചേച്ചി. എന്ത് പറ്റി ചേച്ചി? എന്നോട് ക്ഷമിക്കണം. ഞാനറിയാതെ. അങ്കിൾ, ഞാൻ നിർബന്ധിച്ചിട്ടാണ് ചേച്ചി നൃത്തം ചെയ്തത്. തെറ്റെന്റേതാണ്. തെറ്റ് നിന്റേതല്ല കുട്ടി, തെറ്റെന്റേതാ. ഈ വീട്ടിൽ ഇത്രയും ഭംഗിയായിട്ട് നൃത്തം ചെയ്യാൻ അറിയാവുന്ന ഒരാളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ആ തെറ്റെന്റേതാ. എന്റെ മരുമകൾക്ക് നൃത്തം ചെയ്യാൻ അറിയാമെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. പേടിക്കാതെ ബോയ്ഫ്രണ്ടേ. ആന്റിയുടെ മുന്നിൽ വെച്ച് ഞാൻ വിളിക്കില്ല. നമ്മൾ 2 മാത്രം ഉള്ളപ്പോ ഞാൻ ഗേൾഫ്രണ്ടും അങ്കിൾ ബോയ്ഫ്രണ്ടും. എന്താ? ശരി ഗേൾഫ്രണ്ട്. അല്ല, മഞ്ജുവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന എന്ത് ചെയ്യാണ്? ഞാൻ ഡാഡിക്ക് ഒരു കത്തെഴുത. ഡാഡിക്ക് കത്തെഴുതാൻ വേറെ ഒരു സ്ഥലം കണ്ടില്ലേ? ഇവിടെ ഉള്ളവരെ കുറിച്ച് കുറച്ച് പരദൂഷണം എഴുതുക. ഞങ്ങളെ കുറിച്ച് എന്ത് പരദൂഷണം എഴുതാനാണ്? അത് ഈ വീടും പിന്നെ ആന്റിയും ആന്റിയുടെ കുറെ ഡിസിപ്ലിനും
അതനുസരിക്കുന്ന കുറെ ബുദ്ധൂസുകളും. ഏ? അല്ല, ഞാൻ ഇവിടെ വന്നുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ട് രവിക്കാണല്ലേ? എനിക്കോ? അതെ, രവിയുടെ ബെഡ്റൂം ഞാൻ അപഹരിച്ചില്ലേ? ഇപ്പം രവിക്ക് കിടക്കാനായിട്ട് ശരിയായ ഒരു സ്ഥലം പോലുമില്ല. അങ്ങനെയൊന്നുമില്ല. വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ അതിന്റേതായ വിധത്തിൽ ട്രീറ്റ് ചെയ്യണ്ടേ? ഫോർ എക്സാമ്പിൾ, ഞാൻ മഞ്ജുവിന്റെ വീട്ടിൽ വന്നു തന്നെ ഇരിക്കട്ടെ. ഉം. മഞ്ജുവിന്റെ ബെഡ്റൂം എനിക്ക് ഒഴിഞ്ഞു തരില്ലേ? എന്റെ ബെഡ്റൂമിൽ ഞാൻ ഒരാളും കേട്ടിട്ടില്ല. അല്ല ഡോക്ടർ സാറേ, രാവിലെ കൊണ്ടുപോയി റോസാപ്പ് ഗേൾഫ്രണ്ടിന് കൊടുത്തോ? അയ്യോ, എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല. കുറെ നേരം ഞാൻ അവളുടെ മുറിയിൽ വെയിറ്റ് ചെയ്തു. പിന്നെ അവിടെ ഇരുന്ന് അവളുടെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചിട്ട് പോന്നു. പാർട്ടി എങ്ങനെയാ? കാണാൻ കൊള്ളാവോ? ആ, കാണാൻ കൊള്ളാം. നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ആളൊരു സെമി എക്സെൻട്രിക്കാ. അതൊക്കെ ഇപ്പോഴത്തെ പ്രായത്തിന്റെ ആയിരിക്കും. മാരേജ് കഴിയുമ്പോ മാറിക്കോളും. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ? അവൾ എന്നെ പ്രേമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതൊട്ട് ചോദിച്ചിട്ടില്ല. ഓ, അപ്പൊ വൺ വേ ട്രാഫിക് ആണല്ലേ? ആ, മഞ്ജു എനിക്കൊരു സഹായം ചെയ്യണം. ഉം. ആ കുട്ടിയെ കണ്ട് സംസാരിച്ചിട്ട് അവളുടെ മനസ്സിലെന്താണെന്ന് അറിഞ്ഞിട്ട് വരാമോ? അതിനെനിക്ക് ആ കുട്ടിയെ അറിയില്ലല്ലോ. ആ, എന്റെ ബെഡ്റൂമിൽ, ഐ മീൻ മഞ്ജുവിന്റെ ഇപ്പോഴത്തെ ബെഡ്റൂമിൽ അവളുടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. അതിന്റെ മുമ്പിൽ ഞാൻ റോസാപ്പ് വെച്ചിട്ടുണ്ട്. അത് കണ്ടാൽ ആളെ മനസ്സിലാവും. ശരി, ഞാൻ പോയി നോക്കിട്ട് വരാം. രവീന്ദ്രൻ എങ്ങനെ നോക്കുന്നത്? മഞ്ജുവിനോട് എനിക്കൊരു പ്രത്യേക കാര്യം ചോദിക്കാനുണ്ട്. അതിന് കൃത്യമായ ഒരു ആൻസർ കിട്ടണം. യെസ് ആയാലും നോ ആയാലും. കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ. ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ മഞ്ജുവിനും മിണ്ടാത്തത്? ഞാൻ യെസ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ആന്റി പറയുന്നതിനപ്പുറം ഇവിടെ ഒന്നും നടക്കില്ലല്ലോ. മഞ്ജു ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാവരുടെ മനസ്സിനെയും കീഴടക്കി, മമ്മി ഒഴിച്ച്. മഞ്ജു വിചാരിച്ചാൽ മമ്മിയും പോക്കറ്റിലാക്കാൻ കഴിയും. അയ്യോ സോറി ആന്റി, എവിടെയെങ്കിലും പുറത്തു പോകാൻ ഇറങ്ങുമ്പോ തിരിച്ചു വിളിക്കണമെന്ന് എനിക്കറിയാം. എന്നാലും എന്താ ആന്റി, ഞാൻ പറയുമ്പോ ആന്റി മണിയടിക്കാനാണെന്ന് വിചാരിക്കരുത്. ഐ എം വെരി ഫ്രാങ്ക്. വിശേഷങ്ങളൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ വേഗം ചോദിക്കും. എനിക്ക് അല്പം തിരക്കുണ്ട്. ആന്റി, ആന്റിക്ക് തിരക്കുണ്ടെങ്കിൽ പോയി വന്നിട്ടായാലും മതി. എന്താണെങ്കിലും വേഗം പറയൂ. ഇത്രയും വലിയ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഒരു കുറവും കൂടാതെ ഇത്ര ഭംഗിയായി നോക്കിക്കൊണ്ടുപോകാൻ ആന്റിയെ കൊണ്ട് എങ്ങനെ കഴിയുന്നു? അതായത് ആന്റിക്ക് അങ്കിളുടെ കാര്യം നോക്കണം, വീട് വൃത്തിയായി സൂക്ഷിക്കണം, എല്ലാവരും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇതെല്ലാം പോയിട്ട് ഫിലിം സെൻസറിങ്ങിനും പോകണം. ഇതിനൊക്കെയുള്ള എനർജി ആന്റിക്ക് ഇത് എവിടുന്ന് കിട്ടുന്നു? ഞാൻ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ, അതുകൊണ്ടാ. എന്റെ മണിയുടെ വലിച്ചില്ലല്ലോ. മതി മോളെ പറിച്ചത്. നീ ഇങ്ങനെ പറിച്ചു പറിച്ച് എന്റെ തല മുട്ടയാക്കും. എനിക്കിങ്ങനെ ആരുടെങ്കിലും നരച്ചുമുടി പറിക്കുന്നതേ എന്തൊരു ഇഷ്ടമാണെന്നോ. ഓ, അപ്പൊ നീ എനിക്ക് വയസ്സായി എന്ന് പറയുക അല്ലേ? എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. വീട്ടിൽ ഡാഡിയുടെ മുടി പറിക്കാന്ന് വെച്ചാ ഒരു രക്ഷയില്ല. ഓ,
നരച്ച മുടി പറിക്കാൻ നിന്റെ ഡാഡിക്ക് മുടി ഉണ്ടായിട്ട് വേണ്ടേ? ആ അത് തന്നെ. ഡാഡിയുടെ തലയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഗുഡ് നൈറ്റ്. ആ അത് ശരിയാ. പത്മാവതി, എന്താ മഞ്ജു നല്ല മിടുക്കിയല്ലേ? എന്താ ഇങ്ങനെ തോന്നാൻ? അല്ല, അവളെ നമ്മുടെ രവിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ? അവനിങ്ങനെ പറഞ്ഞു. ഇല്ലില്ല, അവളെ കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവൻ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന പെണ്ണിന് ഫാഷൻ പരീഡ് നയിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ലല്ലോ. അടക്കോ ഒതുക്കോ ഒരു പെണ്ണിനെയാണ് ഇവിടെ ആവശ്യം. ഇങ്ങനെയുള്ള പെൺകുട്ടികൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. യൂസ്ലെസ്. വാരോ വാരെന്താ കഴിക്കുന്നേ? ചിക്കനോ? താൻ ആള് കൊള്ളാമല്ലോ. താനല്ലേ പറഞ്ഞത് ഈ വീട്ടിൽ മത്സ്യമാംസം വെക്കത്തില്ലെന്ന്? എന്നിട്ട് താനെന്താ കഴിക്കുന്നേ? ഞാൻ ആന്റിയോടും ചോദിച്ചിട്ട്. എന്റെ പൊന്നു, ചതിക്കരുത്. ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. അല്ല, ഇതെന്താ വെന്തിങ്ങോ? ഇതാരുടെ? എന്റെ സത്യം പറയണ താനാരാ? പറയാ, ഞാൻ ഭാര്യനല്ല, സത്യക്രിസ്ത്യാനിയാ. പേര് വക്കച്ചൻ, വീട് നരണം. ക്രിസ്ത്യാനിക്ക് എങ്ങനെ നായർ വീട്ടിൽ ജോലി കിട്ടും? ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പകല് വെന്തിങ്ങ ഊരി വെച്ച് പൂണൂലിടും. രാത്രി എല്ലാരും ഉറങ്ങി കഴിയുമ്പോ പൂണൂൽ ഊരി വെച്ച് വെന്തിങ്ങ ഇടും. പിള്ളകുട്ടി പരാധീനക്കാരനാണ്. കുഞ്ഞെന്റെ ഭാര്യയുടെ ഉദ്യോഗം വാരിക്കളയരുത്. ശരി, വക്കച്ചിന് ഭാര്യയായി തന്നെ വാഴ്ത്താം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കുഞ്ഞ് പറയണ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. താൻ ഈ രാത്രി ഉണ്ടാക്കുന്ന നോൺ വെജിറ്റേറിയൻ അതൊക്കെ കേൾക്കും. താൻ ഈ രാത്രി ഉണ്ടാക്കുന്ന നോൺ വെജിറ്റേറിയൻ അതിന്റെ ഒരു പങ്ക് എന്റെ റൂമിൽ കൂടി ദിവസം എത്തിക്കണം. എത്തിച്ചോളാം. ശരി, കഴിച്ചോളൂ. കുഞ്ഞെ, എന്താടോ? എന്റെ ചിക്കനും വെന്തിങ്ങും കൊച്ചമ്മ അറിയരുതേ. ഇല്ല. ആ